ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. എക്സോർസിസം സ്റ്റാർ റസൽ ക്രോ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഹൊറർ സിനിമയാണ് ദ എക്സോർസിസം. ഓക്കെ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ സിനിമയ്ക്ക് പണ്ടത്തെ എക്സോർസിസം സിനിമകളുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സിനിമയ്ക്ക് റസൽ ക്രോ തന്നെ അഭിനയിച്ച പോപ്സ് എക്സോർസിസം എന്ന സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി പുതിയൊരു സിനിമയാണ്. ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ സെറ്റിംഗ് ഭയങ്കര രസമാണ്. അതാണ് സിനിമയിൽ ആകെയുള്ള 2 പ്ലസ് പോയിന്റ്സിൽ ഒന്ന്. ആന്റണി എന്ന പഴയ നടനെ ഫോക്കസ് ചെയ്താണ് കഥ മുൻപോട്ട് പോകുന്നത്. അയാൾക്കൊരു മകളുണ്ട്. ഒരു എക്സോർസിസം ഹൊറർ സിനിമയിൽ മെയിൻ റോളായ ഫാദറിന്റെ വേഷം ചെയ്യാൻ ആന്റണിക്ക് ചാൻസ് കിട്ടുന്നു. ലൈഫിലുണ്ടായ ചില ട്രാജഡീസ് കാരണം അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു റോൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ ഹോളിവുഡിൽ ഈ ഹൊറർ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഇവന്റ്സ് ഒക്കെ സംഭവിക്കാറുണ്ട്. അത് ഒറിജിനൽ എക്സോർസിസ്റ്റ് സിനിമകൾ മുതൽ കോൺജൂറിംഗ് സിനിമകളുടെ സെറ്റിൽ വരെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഫാദറിന്റെ വേഷം ഏറ്റെടുത്തതോടെ ആന്റണി പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓൾറെഡി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആന്റണിക്ക് ഉള്ളതുകൊണ്ട് ഈ റോൾ എടുത്തതോടെ റിയാലിറ്റിയും ഫിക്ഷനും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും സ്ക്രിപ്റ്റിലെ ഡയലോഗ്സ് ആണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബാധ കയറിയതാണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാകുന്നു. ആന്റണിക്ക് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ് പിന്നീട് പറയുന്നത്. സിനിമയുടെ മെയിൻ പ്ലോട്ട് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അത്തരത്തിലുള്ളൊരു സെറ്റിങ്ങിൽ ഒരു ഹൊറർ സിനിമ മുൻപ് കണ്ടതായിട്ട് ഓർമ്മയില്ല. മാത്രമല്ല, വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്തത് ഇതുപോലെ ഹൊറർ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മൂവി സെറ്റുകൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയാണ്. സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് റസൽ ക്രോയുടെ പെർഫോമൻസ് തന്നെയാണ്. ഒരു സിനിമയെ സൈക്കോളജിക്കൽ ഹൊററിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൽ മെയിൻ റോളിൽ വരുന്ന പ്രൊട്ടാഗണിസ്റ്റും അത്ര നന്നായി പെർഫോം ചെയ്യണം. ഇവിടെ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു ട്രബിൾഡ് ആക്ടറിന്റെ റോള് നന്നായിട്ട് റസൽ ക്രോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പെർഫോമൻസിൽ മോശമൊന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ലതായിരുന്നു. ഹൊറർ സിനിമകൾ സ്ഥിരം കാണുന്ന ക്ലീഷേസ് ഒരുപാടുണ്ട് ഇവിടെ. അതായത് ഈ റൂമിൽ ഇരുട്ടത്തിങ്ങനെ പതുക്കെ നടക്കുക, പെട്ടെന്നൊരു സൗണ്ട് എഫക്റ്റ് വെച്ച് ജംപ് സ്കെയർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഗിമ്മിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വർക്കായിട്ടില്ല. ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു പേസിംഗ് ആണ് സിനിമയുടെ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്ലീഷേ ഹൊറർ ഐറ്റംസിനേക്കാൾ ഭേദം ഈ സ്ലോ ഫസ്റ്റ് ഹാഫ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അല്പമെങ്കിലും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എലമെന്റ്സ് കഥയിൽ ഉണ്ടെന്ന് തോന്നുന്നത് ഈ ഫസ്റ്റ് ഹാഫിലാണ്. സിനിമയിലെ ലൈറ്റിംഗ് ആയിരുന്നു മറ്റൊരു നെഗറ്റീവായി തോന്നിയത്. 2 ലൊക്കേഷൻ മാത്രമേ കഥയിലുള്ളൂ. എന്നിട്ടും ഈ രണ്ടിടത്തും വേണ്ടത്ര നന്നായിട്ട് ലൈറ്റിംഗ് തോന്നിയില്ല. ചിലപ്പോഴൊക്കെ ഈ സ്ക്രീനിൽ എന്തായി നടക്കുന്നതെന്നുള്ളത് അറിയാൻ തന്നെ പാടായിരുന്നു. റസൽ ക്രോയിന്റെ ആന്റണി എന്ന ക്യാരക്ടറിന്റെ മകളുടെ ആ ഒരു സപ്ലോട്ട് ഉണ്ട്. അതും കഥയെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എലമെന്റ് ആയിട്ടാണ് തോന്നിയത്. മികച്ചൊരു പ്ലോട്ട് ഉണ്ടായിട്ടും അത് എത്ര ബോറായിട്ട് എടുത്തു വെക്കാം എന്നതിന്റെ എക്സാമ്പിളാണ് ഈ സിനിമ. ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലോട്ടിനെ അവസാനം വെറും ഒരു ക്ലീഷേ ഹോളിവുഡ് ഹൊറർ സിനിമയുടെ ലെവലിലേക്ക് എത്തിച്ചു. റസൽ ക്രോയിന്റെ മികച്ച പെർഫോമൻസ് ഇവിടെ വേസ്റ്റായി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, ഒട്ടും സാറ്റിസ്ഫൈ ആകാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമ. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ദ എക്സോർസിസം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് കൊള്ളാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.